കിഷ്കിന്താകണ്ഠം തൊട്ട് എക്കോ വരെ മുഴുവനായിട്ട് സ്പൂൺ ഫീഡ് ചെയ്യാതെ ഓഡിയൻസിന്റെ മനസ്സിൽ കുറച്ച് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് അതിന് അവരെ കൊണ്ട് തന്നെ ഉത്തരം കണ്ടെത്തിപ്പിക്കുന്നതാണ് ബാഹുൽ രമേശിന്റെ എഴുത്തിന്റെ ശൈലി. എക്കോ കണ്ടിറങ്ങിയവർക്കും കാണും ചില സംശയങ്ങൾ. എക്കോ അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് വീഡിയോ. നീഡ്ലെസ് ടു സേ സ്പോയിലേഴ്സ്, ചെറുപറ സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ സിനിമ കണ്ടവർ മാത്രം തുടർന്ന് കാണുക. ക്ലൈമാക്സിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നാട്ടിലേക്ക് ലീവിനാണെന്ന് പറഞ്ഞു പോയ പിയൂസ് യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മുടെ നേവിക്കാരൻ പറഞ്ഞ് മ്ലാത്തി ചേർത്തി തിരിച്ചറിയുന്നു. കഴിഞ്ഞ 8 മാസം കെയർ ടേക്കറായി തൻ്റെ കൂടെ നിന്നത് ശരിക്കും കുര്യച്ചൻ്റെ വലങ്കയായ ദ മോസ്റ്റ് ഒബീഡിയൻറ്റ് ഡോഗ് പയ്യനാണ്. മ്ലാത്തിച്ചേടത്തിയുടെ സംസാരത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നുമെല്ലാം തൻ്റെ ഐഡൻറ്റിറ്റി അവർ മനസ്സിലാക്കിയെന്ന് പിയൂസും തിരിച്ചറിയുന്നു. ഈ പിയൂസ് വളരെ ഷാർപ്പാണെന്ന് ഒന്നിലധികം സിറ്റുവേഷനിൽ കൂടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് സിനിമയിൽ. അവർ തമ്മിൽ അവിടെ ഒരു സംഭാഷണമുണ്ട്. എന്നെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്ന് മ്ലാത്തി ചോദിക്കുമ്പോൾ ഒരു കാരണം ഉണ്ടാകുന്നവരെ ഇല്ല എന്നാണ് പിയൂസിൻ്റെ മറുപടി. ഇനി കാരണം ഉണ്ടായാലോ എന്ന ചോദ്യത്തിന് ചില നായ്ക്കൾക്ക് ഒറ്റ മാസ്റ്ററേ ഉള്ളൂ എന്ന് പറയുന്നിടത്താണ് പിയൂസിന് ആ റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അവർക്ക് ചുറ്റുമുള്ള നായ്ക്കളുടെ മാസ്റ്റർ പിയൂസ് ഇത്രയും കാലം കരുതിയ പോലെ കുര്യച്ചനല്ല, എന്നാൽ മ്ലാത്തിയാണ്. കുര്യച്ചൻ മലയിടുക്കിലെ ഗുഹയിൽ ഒളിവിൽ പോയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിലും കഴിഞ്ഞ 6 വർഷം അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ട്രാപ്ഡ് ആയതിൻ്റെ പിന്നിൽ മ്ലാത്തിച്ചേടത്തിയുടെ പട്ടികളാണ്. അവിടുത്തെ നായ്ക്കൾ പൂർണ്ണമായും മ്ലാത്തിയുടെ കൺട്രോളിലാണ്. സംടൈംസ് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്ട്രിക്ഷൻ, ദേ ബോത്ത് ലുക്ക് ദ സെയിം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു എസെൻസ്. മ്ലാത്തി അഥവാ സോയിയെ മലേഷ്യയിലെ യോസിയ പ്രൊട്ടക്റ്റ് ചെയ്ത പോലെയാണ് കഴിഞ്ഞ 6 വർഷമായി മ്ലാത്തി കുര്യച്ചനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. തൻ്റെ മാസ്റ്ററെ മ്ലാത്തി തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന തിരിച്ചറിവിൽ അവർക്ക് നേരെ കത്തിയെടുക്കുന്ന പിയൂസിനെ മ്ലാത്തിയുടെ നായ്ക്കളുടെ ആർമി തടയുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. മോഹൻ പോത്തനെ കൊല്ലാൻ നായ്ക്കൾക്ക് നിർദ്ദേശം കൊടുത്തത് മ്ലാത്തി തന്നെയായിരിക്കും. അവരുടെ മുൻ ഭർത്താവ് യോസിയെ കൊടുക്കാനുള്ള ഐഡിയ പോത്തൻ്റെ കൂടെ ആണെന്ന് വെളിപ്പെടുത്തിയ ശേഷമാണ് അയാൾ അറസ്റ്റിലാവുന്നത്. പുറത്തിറങ്ങി തിരിച്ചു വന്ന് കിട്ടിയ ഒരു അവസരത്തിൽ മ്ലാത്തി പ്രതികാരം ചെയ്യുന്നു. പിന്നെ ഇയാളെ കൊല്ലാൻ പ്രധാനമായി ഒരു കാരണം കൂടെയുണ്ട്. ഈ പോത്തൻ തിരിച്ചു വന്നത് കുര്യച്ചനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ്. ഈ കുര്യച്ചനെ ഇയാൾ കണ്ടുപിടിച്ചാൽ കഴിഞ്ഞ 6 വർഷമായുള്ള മ്ലാത്തിയുടെ പ്ലാൻ പൊളിയും. ഇവർ പുറത്തിറങ്ങും. അത് മ്ലാത്തിയുടെ ജീവിതത്തിന് തന്നെ ഡേഞ്ചറാണ് ഇനി കുര്യച്ചൻ പുറത്തിറങ്ങുന്നത്. സോ പോത്തൻ ഇല്ലാതാവുക എന്നത് മ്ലാത്തിയുടെ ആവശ്യമാണ്. പോത്തൻ തിരിച്ചെത്തിയ കാര്യം മ്ലാത്തി അറിയാൻ ഒന്നിലേറെ സാധ്യതകളുണ്ട്. ഒന്ന്, അശോകൻ അവതരിപ്പിച്ച അപ്പൂട്ടി ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം. 2, മ്ലാത്തി ആ സമയത്ത് അവരുടെ കാര്യങ്ങൾ ഒറ്റക്കാണ് മാനേജ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ തന്നെ ഒരുപക്ഷെ അരി വാങ്ങാനോ മറ്റോ പോയപ്പം കണ്ടിരിക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് അറിഞ്ഞിരിക്കും. മൂന്നാമതൊരു സാധ്യത മ്ലാത്തി അവരുടെ ബൈനോക്കുലർ ഒബ്സർവേഷൻ വഴി കണ്ടതായിരിക്കാം. 4മത്തെ സാധ്യത അതൊരു ഡോഗ് ടു ഡോഗ്സ് കമ്മ്യൂണിക്കേഷൻ ആവാം എന്നുള്ളതാണ്. നായകൾ വഴി ഒരുപക്ഷെ മ്ലാത്തിക്ക് വിവരം കിട്ടിയതാവാം. സോ സിനിമയിൽ എന്താണെന്ന് കാണിക്കുന്നില്ലെങ്കിൽ കൂടെ ഒന്നിലധികം സാധ്യതകൾ ഇവിടെ ഉണ്ട്. ഒരു അനാഥൻ എങ്ങനെയാണ് അനാഥരായതെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. ശേഷം കുര്യച്ചൻ അവനെ എടുത്തു വളർത്തുന്നു. ഒരു അസാധ്യ ഡോഗ് ട്രെയിനറായ കുര്യച്ചൻ ട്രെയിൻ ചെയ്ത ദ മോസ്റ്റ് ഒബീഡിയൻറ്റ് ലോയൽ ഡോഗാണ് പിയൂസ്. ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും പേൾ വ്യൂ മർഡർ കേസിലെ 4ാം പ്രതി മണികണ്ഠൻ ആയിരിക്കാം യഥാർത്ഥത്തിൽ പിയൂസ്. പിന്നെ പിയൂസിനെ കുര്യച്ചൻ എങ്ങനെ കണ്ടുമുട്ടി എന്നുള്ളത് നമ്മുടെ ഭാവനക്ക് വിടുകയാണ്. കഥ നടക്കുന്ന ടൈം ലൈനിൽ 6 വർഷം മുമ്പേ ഒളിവിൽ പോയതാണ് കുര്യച്ചൻ. പിയൂസ് ഇതിലേക്ക് വരുന്നതാവട്ടെ 8 മാസം മുമ്പേ മാത്രം. അതായത് പോത്തൻ ജയിലിൽ നിന്നിറങ്ങി വീണ്ടും മല കയറുമ്പോഴാണ് പിയൂസ് ആദ്യമായി കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ലോജിക്കലായ ഒരു സാധ്യത 6 വർഷം മുമ്പ് ഒളിവിൽ പോകുന്നതിന് മുൻപേ കുര്യച്ചൻ താൻ കുടുക്കിയ മോഹൻ പോത്തൻ പുറത്തിറങ്ങിയാൽ അയാളെ ട്രാക്ക് ചെയ്യണമെന്നും മ്ലാത്തിച്ചേടത്തിയെ സംരക്ഷിക്കണമെന്നുമുള്ള നിർദ്ദേശം പിയൂസിന് കൊടുത്തിട്ടുണ്ടാവാം
എന്നതാണ്. സ്ട്രിക്റ്റായി അവൻ ആ ഓർഡർ ഫോളോ ചെയ്യുന്നുമുണ്ട്. മ്ലാത്തിച്ചേട്ടത്തിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ അവൻ്റെ ശ്രദ്ധ ഒന്നിലേറെ തവണ സിനിമയിൽ കാണാവുന്നതാണ്. ആ മലയിടുക്കിലെ ഏതെങ്കിലും ഒരു ഗുഹയിൽ ഉണ്ടാവാം എന്നൊരു ധാരണ ഉണ്ടെങ്കിലും കൃത്യമായി തൻ്റെ മാസ്റ്റർ കുര്യച്ചൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് പിയൂസിന് അറിയില്ല. പക്ഷേ തൻ്റെ മാസ്റ്റർ ഒളിച്ചിരിക്കുകയാണെങ്കിൽ അയാളുടെ ശത്രുക്കൾ അങ്ങോട്ട് എത്തിച്ചേരരുത് എന്ന് പിയൂസിന് നിർബന്ധമുണ്ട്. വേഷം മാറി വന്ന പോലീസുകാരെ കൊല്ലുന്നതും നേവിക്കാരൻ്റെ കാറിൻ്റെ ബ്രേക്ക് മുറിച്ചതുമെല്ലാം അതുകൊണ്ടാണ്. ഫ്ലാഷ് ബാക്കിൽ മ്ലാത്തിയുടെ ഇൻട്രോ സീൻ തന്നെ അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നായ്ക്കൾ അവർക്ക് 2 പഴം കൊണ്ടു കൊടുക്കുന്നതാണ്. കുര്യച്ചനേക്കാൾ കൂടുതൽ ഈ ബ്രീഡ് നായ്ക്കളെ കണ്ടും വളർത്തിയും ശീലമുണ്ട് മ്ലാത്തിക്ക്. ഇന്ത്യയിലേക്ക് വരുന്ന മുമ്പേ അവരുടെ ജീവിതം തന്നെ ഇതായിരുന്നു. പിന്നെ കേരളത്തിലും കുര്യച്ചന് മറ്റ് ഭാര്യമാരും വീടുകളൊക്കെ ഉള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിലും ഈ നായ്ക്കളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതും അവരെ മെരുക്കിയതും ഇണക്കിയതും എല്ലാം ഈ മ്ലാത്തി തന്നെയാണ്. സോ നാച്ചുറലി ഈ നായ്ക്കൾക്ക് മ്ലാത്തിയോടൊരു കൂറ് കൂടുതലുണ്ടാകും. മാസ്റ്റർ പീസ് സിനിമയിലെ ഉണ്ണി മുകുന്ദൻ ഷാജോൺ കോൺവെർസേഷൻ പോലെ ഒന്നാണ് ഈ പോത്തൻ കുര്യൻ ഫൈറ്റ് എന്ന് തോന്നാമെങ്കിലും ശരിക്കും അതങ്ങനെയല്ല. ഇവിടെ ഒരു സ്പെക്ടേറ്റർ കൂടെയുണ്ട്, സോയി അയാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അവളുടെ സുരക്ഷ അയാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അയാളുടെ ആവശ്യമാണ്. അതിനാണ് സോയി പറയും പോലെ ദിവസങ്ങൾ അയാൾ ആ വഞ്ചിയിലിരുന്നത്. ആ കൺവിൻസിങ് ആക്ടിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. ആ പ്രദേശത്തെ കൊള്ളയെപ്പറ്റിയും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളെ പറ്റിയും പോത്തനും യോസിയയും സംസാരിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു സോയി, യോസിയ മരണപ്പെട്ടു, കാവലായി നിന്ന നായ്ക്കളും കൊല്ലപ്പെട്ടു. ആ പറഞ്ഞ പോലത്തെ ആക്രമികളാവാം ഒരുപക്ഷെ തോണിയിൽ. എന്നാൽ ഈ കുര്യച്ചനെ കണ്ടപ്പോൾ അവർ സ്വാഭാവികമായും തിരിച്ചു പോകുന്നു. സോയി ഒറ്റക്കവിടെ തുടർന്നാൽ തൻ്റെ സുരക്ഷയെ പറ്റിയുള്ള കൺസേൺ കൊണ്ടുകൂടിയാണ് കുര്യച്ചൻ്റെ കൂടെ കേരളത്തിലേക്ക് പോയിട്ടുണ്ടാവുക. ആ തോണിയിൽ വന്ന് തിരിച്ചു പോയവരെ കുര്യച്ചൻ തന്നെ ഏർപ്പാടാക്കിയതാവാനും സാധ്യതയുണ്ട്. കുര്യച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജീവിതം ഒരു ജീവപര്യന്തം തടവായി കണക്കിലാക്കിയ മ്ലാത്തി എന്തുകൊണ്ട് മക്കളുടെ കൂടെയോ മറ്റെവിടെയോ പോയി താമസിച്ചില്ല എന്നതാണ്. അവരവിടെ നിന്ന് മാറിയാൽ നായ്ക്കൾക്ക് ആര് ഡയറക്ഷൻ കൊടുക്കും? കുര്യച്ചൻ മേ ബി പുറത്തു വരാം, അല്ലെങ്കിൽ പിന്നെ കുര്യച്ചനെ കൊല്ലാനുള്ള നിർദ്ദേശം നായ്ക്കൾക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകണം. പക്ഷേ കൊല്ലുന്നതിനേക്കാൾ വലുതാണ് ഈ തടവ് ജീവിതം എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. കൂട്ടിലിട്ടും ചങ്ങലക്കിട്ടും കുറ്റവാളികളെ തടവിൽ പാർപ്പിക്കുന്ന പോലെയല്ല പട്ടികളെ വളർത്തേണ്ടത് എന്ന് പിയൂസിനോട് തുടക്കത്തിൽ അവർ പറയുന്നത് ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. അവസാനമായി എക്കോ എന്ന പേരിന് പിന്നിൽ എന്താണ് ഈ എക്കോ? സിനിമ കഴിഞ്ഞ് വന്നൊരു ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ എക്കോ എന്നുള്ളതൊരു ബുദ്ധിസ്റ്റ് സ്പിരിച്വൽ കൺസെപ്റ്റാണ്. അതിൻ്റെ അർത്ഥം ട്രാൻസ്ഫർ ഓഫ് മെറിറ്റ് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സിനിമയുടെ കൺസെപ്റ്റ് തന്നെ ഈ ട്രാൻസ്ഫർ ഓഫ് മെറിറ്റ് ആണ്. ഇതിനേക്കാൾ യോജിച്ചൊരു പേര് ഈ സിനിമയ്ക്കില്ല. അപ്പോൾ സിനിമ ആദ്യത്തെ തവണ കണ്ടുവന്ന് എനിക്ക് തോന്നിയ സംശയങ്ങളും പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ കമൻസും പോസ്റ്റും ഒക്കെ കണ്ട് പൊതുവെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങളും എല്ലാം കമ്പയർ ചെയ്യാനുള്ളൊരു ശ്രമമായിരുന്നു ഈ വീഡിയോ. രണ്ടാമതൊന്നുകൂടെ സിനിമ കണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലാതെ കൂടുതൽ സംശയങ്ങളോ ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം കമൻറ്റിൽ എഴുതാവുന്നതാണ്. ആരെങ്കിലുമൊക്കെ മറുപടി തരുമായിരിക്കും. അടുത്ത എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.